നിരോധിച്ചതിൽ കാശ്മീരിൽ പ്രതിഷേധം ശക്തം. മൊബൈൽ ഇന്റർനെറ്റ് വേഗത കുറച്ചു. ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് കാശ്മീർ താഴ്വര മൊബൈൽ ഇന്റർനെറ്റ് വേഗത കുറച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രദേശത്ത് ക്രമസമാധാനം നിലനിർത്തുന്നതിനുള്ള മുൻകരുതൽ നടപടിയാണ് ഈ നീക്കം. ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തിലാണ് ഖമേനി കൊല്ലപ്പെട്ടത്. ഏകദേശം 15 ലക്ഷത്തോളം ഷിയ വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥാപനത്തിൽ ലാൽ ചൗക്ക്, സായിദ കാടൽ, ബഡ്ഗാം, ബന്ദിപ്പോര, അനന്ത്നാഗ്, പുൽവാമ എന്നിവിടങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യം വിളികൾ ഉയർന്നിരുന്നു. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് കാശ്മീർ താഴ്വരയിലെ എല്ലാ മൊബൈൽ നെറ്റ്വർക്കുകളിലെയും വേഗത കുറച്ചതായി അധികൃതർ അറിയിക്കുന്നത്. അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കാനും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകം ഉൾപ്പെടെ ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ എനിക്ക് വളരെയധികം ആശങ്കയുണ്ട്. എല്ലാ സമൂഹങ്ങളോടും ശാന്തത പാലിക്കാനും സമാധാനം നിലനിർത്താനും പിരിമുറുക്കത്തിനോ അശാന്തിക്കോ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജമ്മു കാശ്മീർ ദുഃഖിക്കുന്നവർക്ക് സമാധാനപരമായി ദുഃഖിക്കാൻ അനുവാദം നൽകുന്നുണ്ടെന്ന് നാം ഉറപ്പാക്കണം. പോലീസും ഭരണകൂടവും പരമാവധി സംയമനം പാലിക്കുകയും ബലപ്രയോഗമോ നിയന്ത്രണ നടപടികളോ ഉപയോഗിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും നിലവിൽ ഇറാനിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ജമ്മു കാശ്മീർ നിവാസികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ജമ്മു കാശ്മീർ സർക്കാർ ഇന്ത്യ ഗവൺമെന്റിന് വിദേശകാര്യ മന്ത്രാലയവുമായി അടുത്ത ഏകോപനത്തിലാണെന്നും അദ്ദേഹം എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി. അതേസമയം ഇറാനെതിരെ നടക്കുന്ന ആക്രമണത്തിനെതിരെ കാശ്മീരിലെ മുഖ്യ പുരോഹിതൻ മിർവൈസ് ഉമർ ഫറൂഖ് തിങ്കളാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഈ കൊലപാതകത്തിനും മേഖലയിലെ തുടർച്ചയായ ആക്രമണത്തിനുമെതിരെ മുസ്ലിങ്ങൾ ഭിന്നതകൾക്കപ്പുറം ഉയർന്നുവന്ന ഐക്യത്തോടെ പ്രതിഷേധിക്കേണ്ട നിമിഷമാണിതെന്നും മിർവൈസ് പറഞ്ഞു. മുജാഹിദ മജ്ലിസെ ഉലമ നാളെ സമ്പൂർണ്ണ പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഐക്യത്തോടെയും അന്തസ്സോടെയും പൂർണ്ണ സമാധാനത്തോടെയും ഇത് ആചരിക്കാൻ ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതേസമയം ഇറാനെതിരെ നടക്കുന്ന ആക്രമണത്തിനെതിരെ കാശ്മീരിലെ മുഖ്യ പുരോഹിതൻ മിർവൈസ് ഉമർ ഫറൂഖ് തിങ്കളാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഈ കൊലപാതകത്തിനും മേഖലയിലെ തുടർച്ചയായ ആക്രമണത്തിനുമെതിരെ മുസ്ലിങ്ങൾ ഭിന്നതകൾക്കപ്പുറം ഉയർന്നുവന്ന ഐക്യത്തോടെ പ്രതിഷേധിക്കേണ്ട നിമിഷമാണിതെന്നും മിർവൈസ് പറഞ്ഞു. മുജാഹിദ മജ്ലിസെ ഉലമ നാളെ സമ്പൂർണ്ണ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഐക്യത്തോടെയും അന്തസ്സോടെയും പൂർണ്ണ സമാധാനത്തോടെയും ഇത് ആചരിക്കാൻ ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.